ഇന്ന് എനിക്ക് 2 സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ കാണാൻ വേണ്ടി അബുദാബിയിൽ നിന്ന് വരുന്നു. ഉപ്പാനെ കാണാതെ ഇത്രയും നാൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ഏറ്റവും സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കുക. ഉമ്മാടെ അടുത്തുനിന്ന് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനത്തത് കേൾക്കാറുള്ളൂ. കാരണം മൂപ്പര് നല്ലൊരു അടിപൊളി കുക്കാണേ. ഫുഡും കഴിഞ്ഞ ഒരു ഉറക്കവും കഴിഞ്ഞു നേരെ ചൈന മാളിലോട്ട്. ഈ ചൂടിൽ അജ്മാലിൽ ഞാൻ വേറെ എവിടെ കൊണ്ടുപോകാനാ? 2 മണിക്കൂർ നടത്താൻ കഴിയുമ്പോഴേക്കും ഷമ്മു എത്തി. പിന്നെ നേരെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലേക്ക്. ഒരമ്മ പെറ്റാളിയന്മാരെ പോലെ പോകുന്ന അമോശങ്കാനും പിയാപ്പള്ളി നോക്കിയേ. ഫിഷ് മാർക്കറ്റിന്റെ ഉള്ളിൽ അങ്ങോട്ടേക്ക് കയറിയപ്പോഴേക്കും 2 ആളും കൊച്ചു കുഞ്ഞുങ്ങളായി. കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഞങ്ങളെ കയ്യും പിടിച്ചിങ്ങനെ ഓരോന്ന് കാട്ടിത്തന്നതുപോലെ അവരുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്തോ വലിയൊരു കാര്യം നേടിയ അഭിമാനമായിരുന്നു എൻ്റെ മനസ്സ് നിറയെ. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇങ്ങനെ ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കാണുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, അൽഹംദുലില്ലാ. പിറ്റേന്ന് നേരെ വിട്ടു ദുബായ് മാളിലേക്ക്. മനുഷ്യനുണ്ടാക്കിയ ഈ അത്ഭുതങ്ങളൊന്നും കണ്ടാലും മതിയാവില്ലെന്നേ. മക്കൾക്ക് വേണ്ടി ഉപ്പയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉമ്മ പ്രവാസിയായപ്പോൾ ഉമ്മ എന്ന ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് ഉമ്മയേക്കാൾ നന്നായി ഞങ്ങളെ നോക്കിയതാണ് ഞങ്ങളുടെ ഉപ്പ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്തോറും ഉപ്പ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നത് എൻ്റെ അനിയത്തിമാരെയും മക്കളെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിന്ന് കാണിച്ചു കൊടുക്കണമെന്നാണ്. ഉപ്പയും ഉമ്മയും അല്ലാതെ വേറെ ആരാ നമ്മളെപ്പറ്റി ഇത്രയും ചിന്തിക്കുക? ബുർജ് ഖലീഫ കാണാൻ ഇറങ്ങിയപ്പോഴാണ് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത്. ഈ വെയിലിലും ചൂടിലും അവിടെയൊന്നും നിൽക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ബുർജ് ഖലീഫയെ നോക്കി സൈഡിൽ അങ്ങനെ ഇരുന്നു. അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക? അതിൻ്റെ മുന്നിൽ നിന്നുള്ള ആ സ്ഥിരം ഫോട്ടോ ഇല്ലേ, അത് കിട്ടിയില്ല. അപ്പോഴേക്കും ഉപ്പാക്കും ഉമ്മാക്കും പോവാനുള്ള സമയമായി. അവർ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ പെട്ടെന്ന് ഇരുട്ടത്ത് ഒറ്റയ്ക്കായ പോലെ തോന്നി. അവസാനം ഉപ്പ എന്നെ നോക്കിയ നോട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് കാലം അവരുടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണേ പടച്ചോനെ എന്നായിരുന്നു എൻ്റെ മനസ്സ് നിറയെ. എല്ലാ മക്കൾക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ.